നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുത്തഞ്ചിറയിൽ നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ചയാൾ പിടിയിലായി. മങ്കിടി കുര്യാപ്പിള്ളി അഗസ്റ്റിൻ ജോസഫാണ് മാള പോലീസിന്റെ പിടിയിലായത്. മാള ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഫ്രണ്ട്സ് വലിയ പറമ്പ് ടീം ഓവറോൾ ട്രോഫി സ്വന്തമാക്കി. ശ്രീനാരായണപുരം കാര അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് +2 വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം RMVHSSലെ വിദ്യാർത്ഥി കയ്പമംഗലം സ്വദേശി അഫ്നാൻ റോഷനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പുത്തഞ്ചിറ മങ്കിടിയിൽ നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ചയാൾ പോലീസ് പിടിയിലായി. മങ്കിടി കുര്യാപ്പിള്ളി അഗസ്റ്റിൻ ജോസഫാണ് മാള പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മാള സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ CK സുരേഷ്, മുഹമ്മദ് ബാഷി, സുൽഫിക്കർ സമ്മദ്, ജസ്റ്റിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷറഫുദ്ദീൻ, ഹോംഗാർഡ് വിനോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വേദികളിൽ നമ്മൾക്ക് കയറാൻ സാധിക്കാത്ത ആ സമയങ്ങൾ വിട്ടുപോയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വീണ്ടും ആ വേദികളിലേക്ക് കയറാനും നമ്മുടെ തലമുറകളെ വാർത്തെടുത്തുകൊണ്ട് വളർത്തിയെടുത്തുകൊണ്ട് അവരുടെ കലാപരമായ കഴിവുകളെ കോർത്തെടുക്കാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കേരളോത്സവം. ആ ഒരു പങ്കാളിത്തം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്താനും അത് ബ്ലോക്ക് തലത്തിൽ പോയി മത്സരം നേടി 2ാം സ്ഥാനം നേടാനും അവിടെ നിന്ന് ജില്ലാ തലത്തിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മാള പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുവദനീയമായി ലഭിച്ചിട്ടുണ്ട്. അത് എന്നും നിലനിർത്തിക്കൊണ്ട് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഓരോ കലാപരമായ കഴിവുകളിലേക്ക് അവർ പങ്കെടുക്കാൻ സാധിച്ചത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് മൂല്യം വളർത്തിക്കൊണ്ട് പോരുമ്പോൾ സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അതിലെ മികവായിക്കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഓരോ വേദികൾ പങ്കിടാനായിട്ട് സാധിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിനി ബെന്നി, സെക്രട്ടറി സോണി C ഹരിബാൽ എന്നിവർ സംസാരിച്ചു. കേരളോത്സവം സംഘാടക സമിതിയിലെ നിസ്വാർത്ഥ സേവനം നൽകിയ KM പോളിയെ ചടങ്ങിൽ ആദരിച്ചു. മാള ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയ സർക്കാർ LP സ്കൂളിനും കലോത്സവം വിജയികളായ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തുടർന്ന് കേരളോത്സവം കലാ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിലെ വിന്നേഴ്സ് ടീമിന് സ്നേഹമോൾ സാബു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു. വാർഡ് മെമ്പർ സാബു പോൾ എടാട്ടുകാരൻ സമ്മാനദാനം നിർവഹിച്ചു. ഫ്രണ്ട്സ് വലിയപറമ്പ് ടീം ഓവറോൾ ട്രോഫി സ്വന്തമാക്കി. ടീം അഷ്ടമിച്ചിറ ഓവറോൾ 2ാം സ്ഥാനം നേടി. ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണപുരം കാര അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് +2 വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം RMVHSSലെ വിദ്യാർത്ഥി കയ്പമംഗലം മണലിൽ വീട്ടിൽ അൻസറിന്റെ മകൻ അഫ്നാൻ റോഷനാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ അഞ്ചങ്ങാടി ബസ് സ്റ്റോപ്പിന് മുന്നിൽ ടിപ്പർ ലോറിയുടെ പിറകിൽ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഫ്നാന്റെ കൂടെ സ്കൂട്ടറിലുണ്ടായിരുന്ന കൂളിമുട്ടം സ്വദേശി കുട്ടുങ്ങൽ വീട്ടിൽ നസ്മൽ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാർത്തകൾ തുടരുന്നു. മാള ഇശൽ സൺഡേ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു. കടവോത്സവം എന്ന പേരിൽ ഡിസംബർ 26 മുതൽ 31 വരെ മാള കടവിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദിവസവും വൈകിട്ട് 4 മുതൽ 10 മണി വരെ ഫുഡ് ഫെസ്റ്റ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ MP മുഹമ്മദ് റാഫി, KA സഫുദ്ദീൻ, അഷ്റഫ്, CL പിൻഡോ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ ആഘോഷവേളയിൽ മാളക്കടവിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ചെറു പരിശ്രമമാണ് ഈ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമാണ് ഓരോ ദിവസവും ഉള്ളത്.
അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫുഡ് ഫെസ്റ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞത് മാളയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ പാടാനറിയുന്ന ഏജ് വ്യത്യാസമില്ലാതെ ഒരു റൂം വാടകയ്ക്ക് എടുത്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ സൺഡേകളിലും അവർ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് ആളുകളുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടല്ല, ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഒരു വലിയ പ്രോഗ്രാം മാളയിൽ സംഘടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ലീഡർ കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം നടത്തി. MLA TV ചന്ദ്രമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാളയിലെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായ INTUCയുടെ പ്രസിഡന്റായി, തൃശ്ശൂർ DCC പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ടൊരു പുതുമുഖത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് മാളയിൽ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശം പോലുള്ള ഈ പ്രദേശത്ത് വന്ന് ജനങ്ങളുടെ മുൻപിൽ നിന്ന്, അറിയപ്പെടാത്ത ആളുകളുടെ മുമ്പിൽ നിന്ന് വോട്ട് ചോദിക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഒരിക്കലും തോൽക്കാതെ, ഒരിക്കലും പരാജയപ്പെടാതെ അദ്ദേഹം എത്രയോ വർഷങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധിയായി 4 തവണ മുഖ്യമന്ത്രിയായി. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, UDF ചെയർമാൻ VA അബ്ദുൽ കരീം, ജോഷി കാഞ്ഞൂത്തറ, സോയ് കോലഞ്ചേരി, ഹക്കീം ഇക്ബാൽ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോപ്പി മങ്കടിയാൻ, ജോയ് മണ്ഡകത്ത്, KR പ്രേമ, ശോഭന ഗോകുൽനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെയും മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷയരോഗമുക്ത 100 ദിന ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ TD ഭുവനേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് TB യൂണിറ്റ് STS പിഞ്ചു ക്ഷയരോഗമുക്ത 100 ദിന പരിപാടിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ഡോക്ടർ KB ഷിനിൽ വിഷയാവതരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാബി ഉമ്മർ, വാർഡ് മെമ്പർമാരായ മുഹമ്മദ്, രാജീവൻ, നബീസ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് വിസിറ്റർ അമ്പിളി, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് എറിയാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷയരോഗ ബോധവൽക്കരണ കരോൾ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തഞ്ചിറയിൽ നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ചയാൾ പിടിയിലായി. മങ്കിടി കുര്യാപ്പിള്ളി അഗസ്റ്റിൻ ജോസഫാണ് മാള പോലീസിന്റെ പിടിയിലായത്. മാള ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഫ്രണ്ട്സ് വലിയ പറമ്പ് ടീം ഓവറോൾ ട്രോഫി സ്വന്തമാക്കി. ശ്രീനാരായണപുരം കാര അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് +2 വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം RMVHSSലെ വിദ്യാർത്ഥി കയ്പമംഗലം സ്വദേശി അഫ്നാൻ റോഷനാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.